السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. اتقوا الله عباد الله. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ യാ റസൂലല്ലാഹ് മൻ അഹഖുൻ നാസി ബിഹുസ്നി സ്വഹാബതി ഖാല ഉമ്മുക ഖാല സുമ്മ മൻ ഖാല സുമ്മ ഉമ്മുക ഖാല സുമ്മ മൻ ഖാല സുമ്മ ഉമ്മുക ഖാല സുമ്മ മൻ ഖാല സുമ്മ അബൂക. നമ്മളെല്ലാവരും കേട്ട, ഒരുപാട് പരിചയിച്ച, അർത്ഥം പോലും പറയേണ്ടതില്ലാത്ത ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട്, ഒരു വ്യക്തി വന്നുകൊണ്ട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് ജനങ്ങളിൽ ഏറ്റവും അർഹതയുള്ള, അഹക്കുള്ള, ബാധ്യതയുള്ള ആളാരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞു നിന്റെ ഉമ്മയോട്, വീണ്ടും ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു നിന്റെ ഉമ്മയോട്, വീണ്ടും ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു നിന്റെ ഉമ്മയോട്. നാലാമത് മാത്രമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പിതാവിനോട് എന്ന് ആ വന്ന വ്യക്തിയോടായിക്കൊണ്ട് പറഞ്ഞത്. നമുക്കറിയാം, പലപ്പോഴും ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന്, ആരാണ് അവർ എന്നൊക്കെ പുതുതലമുറക്ക് അറിയാതെ പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും മാതാപിതാക്കളെ കൊല്ലുന്നതിലേക്കും മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതിലേക്കും യാതൊരു മടിയുമില്ലാത്ത ഒരു സമൂഹം നമ്മുടെ ചുറ്റും വളർന്നു വരുന്നു എന്നുള്ള കാര്യം വലിയ ഗൗരവത്തോടു കൂടി തന്നെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ മക്കൾക്കൊക്കെ കൃത്യമായി നമ്മുടെ മാതാപിതാക്കളുടെയും അതുപോലെ തന്നെ പെരുമാറേണ്ടതിൻ്റെയും ഒക്കെ ഫള് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതിൻ്റെ ഭവിഷ്യത്തുകളും കൂടെ, അങ്ങനെ പെരുമാറിയിട്ടില്ല എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, മറ്റൊരു അസറിൽ കാണാം, അന്നഹു അതാഹു റജുലുൻ, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു വ്യക്തി വന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു സ്ത്രീയെ വിവാഹാലോചന നടത്തി. അങ്ങനെ ആ സ്ത്രീ എനിക്ക് എന്നെ വിവാഹം ചെയ്യാൻ വേണ്ടി അവൾ വിസമ്മതിക്കുകയുണ്ടായി. ഞാനല്ലാത്ത ഒരാൾ ആ സ്ത്രീയെ വിവാഹം ആലോചിച്ചപ്പോൾ അവളതെന്ത് ചെയ്തു? സമ്മതിക്കുകയും ചെയ്തു. അതെനിക്ക് വല്ലാത്ത കോപമുണ്ടാക്കി, എനിക്ക് ദേഷ്യമുണ്ടാക്കി. ഞാൻ അവളെ കൊന്നുകളഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒന്നാൾ ചോദിച്ചു, എനിക്കിനി തൗബ ചെയ്യാൻ വല്ല മാർഗവുമുണ്ടോ എന്ന്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അൽ ഉമ്മുക ഹയ്യത്തുൻ, നിന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തൗബ ചെയ്തു കൊള്ളുക, നീ അവരിലേക്ക് അടുക്കാൻ പറ്റുന്ന രൂപത്തിലേക്കൊക്കെ നീ അടുക്കുക എന്ന്. ഈ സംഭവം കഴിഞ്ഞ് അതാ ഇബ്നു യസാർ റഹിമഹുല്ലാഹ് പറയാണ്, ഫദഹബ്തു ഫസഅൽതു ഇബ്നു അബ്ബാസിൻ, പിന്നെ ഞാൻ അങ്ങനെ പോയി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, താങ്കൾ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നി ലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിർരിൽ വാലിദ. ഒരു മാതാവിന് പുണ്യം ചെയ്യുക എന്നുള്ളതിനേക്കാൾ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതായ ഏറ്റവും വലിയ അമലിനെ കുറിച്ച് എനിക്കറിയുകയില്ല എന്നൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു യസാർ റളിയല്ലാഹു തആല റഹിമഹുല്ലാഹ്ക്ക് പറഞ്ഞു കൊടുത്തതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് മാതാപിതാക്കളോടുള്ള കടമ ഒരു കാരണവശാലും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, മറക്കാനോ അത് ഒഴിവാക്കാനോ പാടുള്ളതല്ല. അതിൽ നമ്മൾ വീഴ്ച വരുത്തിയിട്ടുണ്ട് എങ്കിൽ ഈ ദുനിയാവിൽ തന്നെ ശിക്ഷ ലഭിക്കുന്ന കാര്യങ്ങളാണെന്ന് കൂടെ മനസ്സിലാക്കി അതിൻ്റെ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും എല്ലാമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.